യുവർ ഓണർ, മെഡിക്കൽ റിപ്പോർട്ടിൽ പ്രതി കുര്യൻ ജോസ് ഈ നിൽക്കുന്ന പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിക്ടിമിനെ പരിശോധിച്ച് ഡോക്ടറുടെ സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. സാറേ, സത്യസാറിനെ കാണാനില്ല. ഇന്ന് ഹൈക്കോടതിയിൽ ഒരു കേസുള്ളതാ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്ക് പെട്ട് കാണും. താൻ പേടിക്കാതിരിക്കാൻ ഞാനില്ലേ? അതാണ് എന്റെ പേടി. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഇത്ര ക്രൂരമായി പെരുമാറിയ പ്രതിക്ക് കോടതി പരമാവധി ശിക്ഷ നൽകണമെന്ന് എവിടെയൊക്കെ സത്യസാറ്? The defense may proceed now. കർത്താവേ, താങ്ക് യു മിലോഡ്. സോറി, ട്രാഫിക്കിൽ പെട്ടുപോയി. അതൊന്നും പ്രശ്നമല്ല, വന്നല്ലോ. ദേ മഹേഷ് സാർ വാദിക്കാനായി ചാടി എണീറ്റതാ. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലയൻസിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന്. താനെന്ത് കുന്തത്തിനാണോ ചിരിക്കുന്നത്? Order, order. സൈനബ അലിയാസ് സൈനു. സൈനു എന്ന് വിളിക്കാമല്ലോ അല്ലേ? മൗനം സമ്മതം. ഓക്കെ സൈനു, കുര്യച്ചനെ എങ്ങനെയാ പരിചയം? വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. ഓ, എത്ര കാലമായി? 3 മാസം. 3 മാസം. ഈ 3 മാസത്തിനിടയിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ സൈനുവിനോട് മോശമായിട്ട് പെരുമാറിയോ? സോറി, ഉവ്വ്. ഐ ആം കൺഫ്യൂസ്ഡ്. അങ്ങനെ ഒരു രീതിയിൽ സമീപിച്ച പുരുഷന്റെ വീട്ടിൽ സൈനു എന്തിനാ വീണ്ടും ജോലിക്ക് പോയത്? വക്കീലിനെ നോക്കണ്ട, ചോദ്യം ചോദിച്ച ഞാനല്ലേ. പറയൂ, എന്തിനാണ് വീണ്ടും അതേ വീട്ടിൽ തന്നെ ജോലിക്ക് പോയത്? പുള്ളിക്കാരൻ തൊടുന്നതും പിടിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടാ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ ചോദ്യം വിക്ടിമിനെ മാനസികമായി ഹറാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ജോലി സ്ഥലത്ത് പീഡനം സഹിച്ച് അന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് പ്രതിഭാഗം വക്കീൽ ഇത്ര ചീപ്പായി ചോദ്യം ചെയ്യുന്നത്. കാശിന് വേണ്ടി ഇങ്ങനത്തെ പീഡനം സഹിക്കുന്നവരെ സെർവൻ്റ് എന്നല്ല വിളിക്കുക. യുവർ ഓണർ, ഹി ഈസ് ക്രോസിംഗ് ഹിസ് ലിമിറ്റ്സ്. Objection sustained. Please watch your language. യുവർ ഓണർ, പ്രതിഭാഗം വക്കീൽ ആവശ്യമില്ലാത്ത പോയിന്റ്സ് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കോടതിക്ക് മുന്നിൽ പ്രതിക്കെതിരെ ക്ലിയറായ മെഡിക്കൽ എവിഡൻസ് ഉണ്ടല്ലോ. ഓ, മെഡിക്കൽ എവിഡൻസ്. യുവർ ഓണർ, മെഡിക്കൽ റിപ്പോർട്ട്സിൽ മിസ്റ്റർ കുര്യൻ ഈ നിൽക്കുന്ന പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കക്ഷി ഇത് ഡിനൈ ചെയ്യുന്നില്ല. ഇവിടെ ചോദ്യം അത് പെൺകുട്ടിയുടെ സമ്മതത്തോടെ ആയിരുന്നോ എന്നതാണ്. യുവർ ഓണർ, എൻ്റെ കക്ഷി ബലമായിട്ടാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടതെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്തതിൻ്റെ പാടുകൾ ശരീരത്തിൽ കാണണം. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടിൽ എവിടെയും സൈനബയുടെ ദേഹത്ത് മുറിവുകളോ പാടുകളോ ഉള്ളതായി പറഞ്ഞിട്ടില്ല. ഹൗ കൻ ദിസ് ഹാപ്പൻ ഇഫ് ഇറ്റ് വാസ് എ റേപ്പ്? ഇന്ന് ബിപി വെള്ളം കുടിക്കും. മിലോഡ്, നടന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പെൺകുട്ടിയാണ് ഇവർ. ഭാര്യ മരിച്ചിട്ട് 18 വർഷമായ കുര്യച്ചനെ സൈനബ ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ വശീകരിച്ചു. എൻ്റെ കക്ഷിയെ കേസിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഇറ്റ്സ് എ ഗ്രേവ് ആൻഡ് ബേസ്ലെസ് അക്യൂസേഷൻ. പ്രോസിക്യൂഷൻ വീക്കാക്കാൻ വേണ്ടി പ്രതിഭാഗമിറക്കുന്ന ഒരു കള്ളക്കഥ മാത്രമാണിത്. നോ, ഐ ഹാവ് എ വിറ്റ്നസ് ടു പ്രൂവ് ഇറ്റ്.
അയാളെ അറിയോ? ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ടെലിഫോൺ ബൂത്ത് നടത്തുന്ന ചേട്ടനാ. ഇയാളുടെ പേര് അലക്സ്. 2 ദിവസം മുമ്പ് സൈനു ഇയാളുടെ കടയിൽ നിന്നും എൻ്റെ കക്ഷിയെ വിളിച്ച് കാശ് കൊടുത്താൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഹൈ, ഇവനും നമ്മളെ ടീമാ. ഇവിടെ കള്ളന്മാര് മാത്രമേ ഉള്ളൂ ഇല്ലേ? ആ പറഞ്ഞത് മുഴുവൻ കേട്ടതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ദിസ് ഈസ് എ ഫോൾസ് വിറ്റ്നസ് മൈ ലോർഡ്. സാറൊന്ന് അടങ്ങ്. ആദ്യം ഞാൻ എക്സാമിൻ ചെയ്യട്ടെ, എന്നിട്ട് ക്രോസ് എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ട്രൂവും ഫോൾസും ഒക്കെ. മൈ ലോർഡ്, പ്രോസിക്യൂഷന് പുതിയ സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ കോടതി ദയവായി കുറച്ച് സമയം തരണം. യുവർ ഓണർ, എൻ്റെ കക്ഷിക്ക് ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചീപ്പ് ഇമോഷണൽ ഡ്രാമയെ വിലക്കെടുക്കാതെ തെളിവുകളും സാക്ഷികളെയും മാത്രം കണക്കിലെടുത്ത് വിധി നിശ്ചയിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. The case is moved to 24th of May. കലക്കിട്ട സാറെ കലക്കി. നമ്മൾ ഈ കേസാ ജയിച്ചു. വിധി പറഞ്ഞാലേ കേസ് തീരൂ കുര്യച്ച. ഹൈ, ഇനി എന്തുട്ട് വിധിയാ പറയാനുള്ളേ? എതിർഭാഗത്തിന്റെ നട്ടലല്ലേ തകർത്തേ? വക്കീൽ സാറങ്ങ് കലക്കിട്ടാ പീപ്പിയാക്കി ചൂളിപ്പോയി. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഓ, താങ്ക് യു. സത്യം പറഞ്ഞാൽ ഈ കേസിന്റെ വിധി എന്താവുന്ന എനിക്ക് തുടക്കത്തിൽ അറിയാമായിരുന്നു. നമ്മളൊക്കെ എത്ര നാളായി സാറേ ഇത് കാണാനും കേൾക്കാനും. സാർ ഏത് കേസ് അറ്റൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഗോലകൃഷ്ണൻ സാറല്ലേ? എന്തുട്ടാ ആള് വരണ്ടേ? എന്തത്? അയാൾ ഇതുപോലെ മുമ്പ് വന്ന് കുറേ സമയം കളഞ്ഞത്. ഫീസിന്റെ കാര്യമൊക്കെ കറക്റ്റ് അല്ലേ? അതല്ലേ ഒഴിയാൻ പറ്റാതെ. സാറിന്റെ കാര്യം മനസ്സിലായില്ലേ? അത് ചേ വക്കീലിനോട് പറഞ്ഞിട്ട് പോയപ്പോരേ. ഹൈ, എന്തുട്ട് ഇഷ്ടാ നീ പറയണേ? വക്കീലിനോട് പറയാൻ നിന്ന ആളപ്പ തന്നെ ഫീസിന്റെ കാര്യം എടുത്തിടും. ഈ കാശിന്റെ കാര്യത്തിൽ വക്കീൽ ഒരു ചീങ്കണ്ണിയാ. അതല്ല നീ വണ്ടി എടുത്തേ, നമുക്ക് സ്കൂട്ടാവാടാ. എങ്ങനെയുണ്ട ശവി നമ്മുടെ ബുദ്ധി? നീ വിട്ടോ? പോവാം. ഹൈ, നമ്മള് മുങ്ങിയതല്ല, ഒന്നും മുള്ളാൻ പോയതാ. വക്കീൽ സാറാ നമ്മളെ രക്ഷിച്ചേ. കേസും വക്കാണോ ആയി കുറെ നടക്കേണ്ടി വന്നേനെ. സാറ് ഒരാളുടെ കണ്ണും കൊണ്ടാ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. ഇവൻ ഈ കേസ് കേട്ടൊക്കെ പേടിയാ. പീഡനാകൂന്ന് പേടിച്ച് ഇവൻ സ്വന്തം ഭാര്യയുടെ അടുത്ത് പോലും പോകാറില്ല. ഞാൻ ആൻ്റപ്പനോട് പറയായിരുന്നു, ഇനി എന്ത് കേസ് വന്നാലും നമ്മുടെ സത്യസാറ് മതി. ഫീസിന്റെ കാര്യത്തിലൊക്കെ സാറ് അഡ്ജസ്റ്റ് ചെയ്യും. സാറ് നമ്മുടെ സ്വന്തം ആളല്ലേ ഇഷ്ടാ. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ തന്നെ ഈ കേസിൽ സാറിന് 1 CR ആണ് ഫീസ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം വാങ്ങൂ. ഇങ്ങ് വന്നേ. നിനക്ക് ഈ സാറിനെ മനസ്സിലായോ? കുര്യൻ ജോസ് നമ്മുടെ ക്ലയന്റാ. കണിമംഗലം പീഡന കേസിലെ പ്രതി. മോളുടെ പ്രായമുള്ള പെങ്കൊച്ചായിരുന്നു കഥയിലെ നായിക. എന്തിനാ സാറാ അതൊക്കെ ഇവിടെ പറയണേ? ചെക്കൻ കുര്യച്ചന്റെ റേഞ്ച് ഒന്ന് അറിയട്ടെ. കള്ളസാക്ഷി പറയാൻ അലക്സ് ഇല്ലായിരുന്നെങ്കിൽ അകത്ത് കിടന്ന് ഗോതമ്പുണ്ട തിന്നണ്ട ആളാ. ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഡാ, നീ ചായ എടു. ഒപ്പ് മാത്രം ഇട്ടുണ്ട്. എത്രാന്ന് വെച്ചാൽ സാറ് എഴുതിയിട്ടോ. ഈ കേസിന് വേണ്ടി ഞാൻ ഓടനേക്കാൾ സാറ് ഓടിയിട്ടുണ്ട്. കുര്യച്ചൻ ചായ കുടിക്ക്. രവിയുടെ ചായ വളരെ ഫേമസാ. നമ്മുടെ പ്രോസിക്യൂട്ടർ വരെ ഇവന്റെ ചായ അല്ലേ കുടിക്കുന്നത്. ഇവിടെ എല്ലാം കുരിശാണല്ലോ. ഈ ചെക്കനായുള്ളടങ്ങാനും ഇത് വലിയ ഏണിയായല്ലോ. കള്ള മോന്റെ വീട് എവിടെയാ? ഈ സത്യ സാറിന്റെ ഒരു കാര്യം ചുമ്മാ പയ്യനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചു. സാർ ഇതൊക്കെ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. നീ ഇതങ്ങോട്ട് പിടിച്ചേ. ഹൈ, കൊണ്ടുപോയി പൊളിക്കടാ.
ഇത് 100-ല് നിൽക്കില്ലെന്നാ തോന്നണേ. വിഷു അല്ലേ പറഞ്ഞേ, നീ കൊണ്ടുപോയി വെടി വെക്കടാ, പിടിക്കേ. 1000 രൂപ ഒരു വീട് കത്താനുള്ള പടക്കം കിട്ടും. ഹൈ, നീ അങ്ങനെ അങ്ങ് പോയാലോ? എടാ ഒരു താങ്ക്സ് എങ്കിലും പറടാ. നീ എന്തേലും വാതുറന്നൊന്നും മിണ്ടിയിട്ട് പോടാ. ശരിക്കും തന്നല്ലേ? എന്നാ കുരിയച്ചൻ വിട്ടോ, ഇനിയും കാണാം. എന്തിനാ? ഞാൻ പീഡനം നിർത്തി. നീ വരുന്നുണ്ടോ? എന്നാ എണീക്കിടത്തുണ്ടി. പോട്ടെ സാറേ. വൈകിട്ടൊരു സിറ്റിംഗ് ആവല്ലേ? ആയിക്കോട്ടെ.